വീണ്ടും ഒരു ചൊവ്വാഴ്ച സന്ധ്യയിൽ നമുക്ക് ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാൻ ഇങ്ങനെ ദൈവം ഒരു സാവകാശത്തെ നൽകി കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച കാര്യങ്ങൾ നാം ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാനായിട്ട് പ്രിയ ദൈവദാസനിലൂടെ സാധിച്ചു. ഇന്ന് വീണ്ടും നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതുപോലെ ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ എന്താണ് എന്നുള്ളതും അതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ നമ്മൾ വിവിധമായ നിലകളിൽ പഠിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ച വിഷയം വാസ്തവത്തിൽ ഒരു 2-3 ക്ലാസ് എടുത്ത് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തെ എന്ന് പറയുന്ന ആ വിഷയം യഥാർത്ഥത്തിൽ ഒരു നമുക്ക് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. ഈ ഒരു വിഷയം നമ്മൾ ഓരോരുത്തരും കർത്താവിനെ കുറിച്ചുള്ള ക്രിസ്തുവിലൂടെ ദൈവത്തെ അറിയുന്ന അഥവാ ദൈവത്തിന്റെ സ്വഭാവത്തെ നാം കൂടുതലായി മനസ്സിലാക്കുന്ന ആ ഒരു പ്രവൃത്തി നമ്മിൽ ഏറെ ആവശ്യമായിട്ടിരിക്കുന്നു. നമ്മില് യഥാർത്ഥമായിട്ടുള്ള ദൈവിക സ്വഭാവങ്ങൾ ഉളവാകണമെന്നുണ്ടെങ്കിൽ ആ ദൈവിക സ്വഭാവങ്ങൾ നാം മനസ്സിലാക്കാനായിട്ടും അത് ഉൾക്കൊള്ളാനായിട്ടും കഴിയണം. ദൈവം എങ്ങനെയുള്ളവനാണ് എന്നറിയാതെ നമുക്കൊരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പാകെ ഞാൻ കൊണ്ടുവന്നിരുന്നു. വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലവ് ഗോഡ്? ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിലേറ്റവും ആദ്യം നാം പറഞ്ഞത് ടു ലവ് ഗോഡ് ഈസ് ടു നോ ഗോഡ് എന്നുള്ളതാണ്. ടു നോ ഹിം ഈസ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഓൺലി ലവ് someone you know. ആ ഒരു പ്രിൻസിപ്പിളിനെ ആധാരമാക്കിക്കൊണ്ടാണ് ആ ഒരു വിഷയം കഴിഞ്ഞ ആഴ്ചയിൽ പറയാനായിട്ട് നാം ശ്രമിച്ചത്. രണ്ടാമത് ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ഒരു കാര്യം, അത് ഇതിനു മുൻപുള്ളതായിരിക്കുന്ന ഒരു ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമാണ്. അത് ടു ലവ് ഗോഡ് ഈസ് ടു പുട്ട് ഹിം ഫസ്റ്റ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവനെ ഒന്നാമതായി കാണുക എന്നാണ് അതിന്റെ ആശയം. ദൈവത്തെ സ്നേഹിക്കുക, പ്രത്യേകിച്ച് നമ്മുടെ വാക്യം എപ്പോഴും നാം ഒന്നുകൂടെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമ്മെ സംബന്ധിച്ച് തന്നിരിക്കുന്ന ഏറ്റവും മുഖ്യമായിരിക്കുന്ന കൽപ്പന എന്നുള്ളത് നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ്. ആ കാര്യം എന്താണ്? വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ലവ് ഗോഡ് വിത്ത് ഓൾ യുവർ മൈൻഡ്, വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ ആൻഡ് ഓൾ യുവർ സ്ട്രെങ്ത്? അതിന്റെ ആശയം എന്ന് പറയുന്നത് ടു പുട്ട് ഹിം ഫസ്റ്റ്, അവന് ഒന്നാം സ്ഥാനം ജീവിതത്തിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു കാര്യം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ളതിന് നമുക്ക് പ്രത്യേകിച്ച് ഉദാഹരണങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും വേണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു മേഖലയാണ് അത് എന്നുള്ളത് ഞാൻ എടുത്തു പറയാതെ തന്നെ നമ്മൾ എല്ലാവരും സമ്മതിക്കും. ഇറ്റ് ഈസ് ആൻ ഏരിയ വേർ വി ഓഫൺ ഫെയിൽ. നമുക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറണമെന്നുള്ളത്, എന്നാൽ പല നിലകളിൽ നമുക്ക് അത് സാധിക്കുന്നില്ല എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. നോക്കുക, ഞാൻ അന്ന് ആ വിഷയം പറഞ്ഞപ്പോൾ ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഐ ബ്രോട്ട് വൺ പർട്ടിക്കുലർ വേഴ്സ് ടു യുവർ അറ്റൻഷൻ ദാറ്റ് ഡേ. ദാറ്റ് ഈസ് 2 Timothy chapter 4 verse 10. അവിടെ പൗലോസ് അപ്പോസ്തലൻ ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ദേമാസ് ഈ ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടേച്ചു പോയി എന്നാണ്. ദേമാസ് എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്കും അറിയില്ല. ബൈബിളിലൊന്നും ഒത്തിരി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നും ഞാൻ വിചാരിക്കുന്നില്ല. ദേമാസ് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഒരു കാര്യം ഒരു തരത്തിൽ പറഞ്ഞാൽ
ആ വ്യക്തിയെ നമുക്ക് ദേമാസ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് അല്ലെങ്കിൽ ആ പേര് നമുക്കെല്ലാം പരിചയമാണ്. ഉം. അവൻ ചെയ്തതായിരിക്കുന്ന കുറ്റം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇപ്പം ദേമാസിനെ നമ്മൾ ആ വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ, ഈ ദേമാസ് എന്നുള്ളതായിരിക്കുന്ന വാക്ക് ഇന്ന് ആദ്യമായിട്ടല്ല നമ്മൾ കേട്ടത്. വി ഹാവ് ഹേർഡ് ദിസ് നെയിം ഓവർ ആൻഡ് ഓവർ, മേ ബി 100 ടൈംസ് ഓർ ഈവൻ മോർ. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ആളുകൾ ദൈവത്തിന്റെ വചനം എടുത്ത് ശുശ്രൂഷിച്ചപ്പോൾ, ദൈവവചനം പ്രസംഗിച്ചപ്പോൾ ഈ ദേമാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേമാസ് എന്ന് പറയുന്ന വ്യക്തി, ഒരുപക്ഷെ ഞാൻ പറയുന്ന എങ്ങനെയാണ്, അത് ഈ പ്രസിദ്ധനാണ് എന്ന് പറയുമ്പോൾ അതിന് തെറ്റായിട്ടുള്ള ഒരു ഇത് അതിന്റെ പുറകിലുണ്ട്. കുപ്രസിദ്ധനാണ്. ദേമാസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒത്തിരി ആളുകൾക്ക് അറിയാം, കോടിക്കണക്കിന് ആളുകൾക്ക് അറിയാം. പക്ഷേ അവൻ അറിയപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ദേമാസ് ഈസ് നോൺ ടു ദ വേൾഡ്, ഈസ് നോൺ ടു ദ ക്രിസ്ത്യൻസ് ആസ് എ പേഴ്സൺ ഹു ലവ് ദ വേൾഡ്. ലോകത്തെ സ്നേഹിച്ച ഒരുവൻ എന്നുള്ള നിലയിലാണ് ദേമാസിനെ കുറിച്ച് അനേകരറിയുന്നത്. നോക്കുക, നമ്മെ സംബന്ധിച്ച് ഒരു 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 പുനർവിചിന്തനം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു 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 ഇൻട്രോസ്പെക്ഷൻ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്. നമ്മളിവിടെ പഠിക്കുന്നതായിരിക്കുന്ന വിഷയം വളരെ ഗഹനമായിരിക്കുന്ന ഒരു വിഷയമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ അത് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റുമാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് ഈ സബ്ജക്റ്റ് ഇരിക്കുന്നത്. നാം നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ ഒന്നാമത് ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു ചോദ്യം ഇതാണ്: ഹൗ ആം ഐ നോൺ ടു ദ പീപ്പിൾ ഇൻ ദ വേൾഡ്? ഞാൻ എങ്ങനെയാണ് ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന മനുഷ്യരുടെ മുമ്പാകെ അറിയപ്പെടുന്നത്? ഏത് നിലയിലാണ്? ഇൻ വാട്ട് വേ ഐ ആം നോൺ ടു ദ വേൾഡ്? ചുറ്റുമുള്ളതായിരിക്കുന്ന മനുഷ്യരെ എന്നെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ ലോകത്തെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ്. അതിന്റെ ആശയം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പിന്നാലെ വരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ എങ്ങനെയുള്ളതായിരിക്കുന്നവർ? ഇന്നത്തെ ഈ ക്ലാസ്സിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ചിന്ത അത് മാത്രമായിരിക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് എന്നെ മറ്റുള്ളവർ അറിയുന്നത്? ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ്, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളായിട്ടാണോ, അതോ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കുന്ന ഒരാളായിട്ടാണ്? നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ലോകത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യോഹന്നാന്റെ ലേഖനത്തിലെ, യാക്കോബിന്റെ ലേഖനത്തിലൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ വിഷയങ്ങളൊക്കെ നേരത്തെ ഒരിക്കൽ പറഞ്ഞു പോയതാണ്. അത് ആവർത്തിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിലും നമുക്ക് അറിയാവുന്ന ഒരു വിഷയമായതുകൊണ്ടും ഞാനത് ഒന്നുകൂടെ എടുത്ത് വായിക്കുന്നു എന്ന് അല്ലെങ്കിൽ ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് ഒന്നുകൂടെ എടുത്ത് വായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇൻ ജെയിംസ് ചാപ്റ്റർ 4 and verse 4, this is what we read about the love toward the world. This is how James writes: do you not know that friendship with the world is enmity or hostility toward God? Therefore, whoever wishes to be a friend of the world makes himself an enemy of God. ഈ വാക്യം നമ്മൾ വായിക്കും, പക്ഷേങ്കില് അതിന് തൊട്ട് മുൻപ് ഒരു പ്രയോഗം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആ വിഷയം ഇന്ന് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല. ആ നാലാമത്തെ വാക്യം, ദിസ് ഈസ് ഹൗ ഹി ബിഗിൻസ് വേഴ്സ് 4: യു അഡൽട്രസസ്. മലയാളത്തിൽ നാം വായിക്കുന്ന വ്യഭിചാരിണികളായുള്ളവരെ എന്നാണ്. ലവിങ് ദ വേൾഡ് ഈസ് ക്യാരക്ടറൈസ്, അതിനെ പിക്ചർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അഡൽട്ടറി എന്ന് പറയുന്ന ഒരു കാര്യത്തോടാണ്. ഇത് മറ്റുള്ളതായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഐഡലേറ്ററിയോടും താരതമ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇന്ന് ആ രണ്ടാമത്തെ കാര്യത്തിലേക്കാണ്. അഡൽട്ടറി എന്നുള്ളതായിരിക്കുന്ന വിഷയവും ഐഡലേറ്ററി എന്ന് പറയുന്ന വിഷയവും രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് പറയാനായിട്ടുള്ള ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയത്തിലേക്ക് പോകാത്തത്.
See, loving the world is pictured as, it is considered as adultery, spiritual adultery and idolatry. ആത്മീയ വ്യഭിചാരമായിട്ടും വിഗ്രഹാരാധനയായിട്ടുമാണ് ലോകത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു കാര്യത്തെ കാണുന്നത്. അഥവാ ഞാൻ ഇങ്ങനെയും കൂടെ ചേർത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം ലോകത്തെയോ ലോകത്തിലുള്ളതിനെയോ വേറെ എന്തിനെയോ സ്നേഹിച്ചാലും ആ സ്നേഹത്തെ വേദപുസ്തകം വിളിക്കുന്നത് ഈ രണ്ട് വാക്കുകളിലൂടെയാണ്. ഒന്ന്, അത് വ്യഭിചാരമാണ്. രണ്ട്, അത് വിഗ്രഹാരാധനയാണ്. അപ്പം നമ്മള് ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് ആ സ്ഥാനം വന്നാൽ അതിനെ വേദപുസ്തകം വിളിക്കുന്നത് ഈ പേരിലാണ്. നമുക്കറിയാമല്ലോ ഈ രണ്ട് കാര്യവും. പ്രത്യേകിച്ച് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, അത് വളരെ അറപ്പുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? വ്യഭിചാരം എന്ന് പറയുന്നതായിരിക്കുന്ന വാക്ക്, അതിനെ ചില സമൂഹങ്ങളൊക്കെ ചില മാന്യതയൊക്കെ കൊടുത്തിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ചില പ്രത്യേകമായിരിക്കുന്ന സമൂഹത്തിലൊക്കെ അതിന് പ്രത്യേകിച്ച് അതിനെ ഓർത്ത് ലജ്ജിക്കുന്ന ഒരു നിലയിലുള്ള ഒരു രീതിയൊന്നുമില്ല. എന്നാൽ മോസ്റ്റ് കൾച്ചേഴ്സ്, മോസ്റ്റ് ഓഫ് ദ കൾച്ചേഴ്സ് ഇൻ ദ വേൾഡ്, it considers adultery as something very shameful. അത് വളരെ ലജ്ജാകരമായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് മിക്കവാറും എല്ലാ തരത്തിലുള്ള സംസ്കാരങ്ങളും അതിനെ കാണുന്നത്. അപ്പൊ നമ്മളൊന്ന് നോക്കുക, നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം മറ്റൊന്നിനെ സ്നേഹിക്കുമ്പോൾ ഒരു ലജ്ജാകരമായിരിക്കുന്ന, വേദപുസ്തകം പറയുന്നത് പോലെ, സമൂഹം കാണുന്ന പോലെയുള്ള ലജ്ജാകരമായിരിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്കാണ് നാം ഏർപ്പെടുന്നത്. എന്താണ് വാസ്തവത്തിൽ ഇവിടെ ഈ അഡൽട്ടറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഡൽട്ടറി എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കിന്റെ പച്ചയായിരിക്കുന്ന അർത്ഥം നമുക്കറിയാം. ഒരു ഭർത്താവുള്ളവനോ ഭാര്യ ഉള്ളത്, അല്ലെങ്കിൽ ഭർത്താവ് ഉള്ളതായിരിക്കുന്നവളോ ഭാര്യ ഉള്ളവനോ ആ വ്യക്തിയോട് ചേർന്നിരിക്കാതെ, ആ വ്യക്തിയെ സ്നേഹിക്കാതെ മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കുന്ന, അത് മറ്റൊരു പുരുഷനോ മറ്റൊരു സ്ത്രീയോ എന്തുമാകാം, അതിനെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് നമ്മുടെ ജീവനാണ്, നമ്മുടെ പ്രാണനാണ്. നമുക്ക് വേണ്ടി അവൻ തന്റെ ജീവനെ തന്ന് നമ്മെ വീണ്ടെടുത്ത് നമ്മെ അവന്റേതാക്കി തീർത്തിരിക്കുകയാണ്. നമുക്കറിയാം, വി ആർ ഹിസ് ബ്രൈഡ്. ഞാനിത് പറയുമ്പം നമുക്കറിയാം, ഒരു ബ്രൈഡ് എന്നുള്ള നിലയിൽ ആണ് സഭയെ കർത്താവ് കാണുന്നത്. ആ ഒരു ചിത്രം നമ്മൾ പലപ്പോഴും വിവാഹത്തോടുള്ള ബന്ധത്തിലൊക്കെ we often read this particular verse during the time of weddings and betrothal, engagement. 2 Corinthians chapter 11 and verse 2. For I am jealous for you with a godly jealousy, for I betrothed you to one husband, so that to Christ I might present you as a pure virgin. But I am afraid that as the serpent deceived Eve by his craftiness, your minds will be led astray from the simplicity and purity of devotion to Christ. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുവാണ്, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ്, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പൂർണ്ണ മനസ്സോടെ അവനെ സ്നേഹിക്കണമെന്നാണ്. പൂർണ്ണ മനസ്സ്. ആ മനസ്സ്, നമ്മുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസ് പറയുമ്പോ, പൗലോസ് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്. പൗലോസ് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കർത്താവിന്റെ വേല ചെയ്ത് കൊരിന്തിയിലുള്ളതായിരിക്കുന്ന ഒരു സഭയെ സ്ഥാപിച്ചു. ആ സഭ കർത്താവിനെ സ്നേഹിച്ച് മുൻപോട്ട് പോകണം എന്നുള്ളതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. പക്ഷെ എന്നാൽ അവരുടെ മനസ്സ് ഇപ്പോൾ കർത്താവിനെ വിട്ട് മറ്റുള്ളതായിരിക്കുന്ന പലതിലേക്കും പോകുന്നു എന്നുള്ളതായിരിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്യം
സാധാരണഗതിയിൽ എൻഗേജ്മെന്റിനൊക്കെ അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന്റെ സമയത്തൊക്കെയാണ് വായിക്കുന്നത്. ഞാൻ മിക്കവാറും സ്ഥലത്ത് കേട്ടിട്ടുള്ളതായിരിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ ഈ ക്രിസ്തു എന്ന ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നുള്ള ആ ഒരു വിഷയത്തെ പലപ്പോഴും എടുത്ത് കോട്ട് ചെയ്താണ് സംസാരിക്കാറുള്ളത്. പക്ഷെ എന്റെ ഒരു ചിന്ത അതിന്റെ ആ വാക്യത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിന്റെ ആദ്യത്തെ ഭാഗത്തേക്ക് കടന്നുപോയി. സി ദിസ് ഈസ് ഹൗ പോൾ റൈറ്റ്സ്, ഫോർ ഐ ആം ജലസ് ഫോർ യു വിത്ത് എ ഗോഡ്ലി ജലസി. എന്താണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദിസ് ഐ ആം ജലസ് ഫോർ യു വിത്ത് എ ഗോഡ്ലി ജലസി? For I betrothed you to one husband, so that to Christ I might present you as a pure virgin or chaste virgin. But I am afraid that as serpent deceived Eve by his craftiness, your minds will also be led astray. What does he mean by saying, I am jealous for you with a godly jealousy? See, this is where we should understand what it means to or what does it mean by the term jealousy of God? Now, we all know the meaning of the word jealous. നമ്മൾ മലയാളത്തില് ഈ വേർഡ് പലപ്പോഴും ഇംഗ്ലീഷില് നമ്മുടെ സാധാരണ ഉപയോഗത്തില് ജലസി എന്നുള്ളതായിരിക്കുന്ന വേർഡ് പരിഭാഷപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അസൂയ എന്നുള്ള നിലയിലാണ് പറയുക. അസൂയ. ഗോഡ്ലി ജലസി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് മെൻ ബൈ ഗോഡ്ലി ജലസി? ദൈവത്തിന്റെ ആ ജലസി എന്നുള്ളതായിരിക്കുന്ന വാക്ക് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ എടുത്താൽ ദൈവത്തിന്റെ അസൂയ എന്ന് വേണം അതിനെ പരിഭാഷപ്പെടുത്താനായിട്ട്. ദൈവത്തിന് അസൂയുണ്ടോ? അതിനെ പോസിറ്റീവ് സെൻസിൽ കണ്ടാൽ നമ്മുടെ ജലസി അല്ല, ദൈവത്തിന്റെ ജലസി എന്ന് പറയുന്നതും നമ്മുടെ ജലസി എന്ന് പറയുന്നതും രണ്ട് തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാനായിട്ടുള്ള ആ കഴിവൊക്കെ നമുക്കുണ്ടത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അസൂയ എന്താന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പിന്നെ ദൈവം അങ്ങനെയുള്ള നിലയിൽ ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേങ്കിൽ അതിനോട് ഒരല്പം ബന്ധമുണ്ട്. തീർത്തും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല ഉള്ളത്. ഈ ഗോഡ്ലി ജലസി എന്ന് പറയുന്നത് നോക്കുക, അതിന് നമ്മള് നേരത്തെ ഈ വാക്യം വായിച്ച, അതായത് നമ്മുടെ ഈ വിഷയത്തിന്റെ അല്ലെങ്കിൽ അടിസ്ഥാന വാക്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതായിരിക്കുന്ന വാക്യം പുറപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണല്ലോ. ആ അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ആ ലവ് ദ ലോർഡ് എന്ന് പറയുന്ന വിത്ത് ഓൾ യുവർ ഹാർട്ട് ഓൾ യുവർ മൈൻഡ് എന്ന് പറയുന്നത് എടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുമ്പുള്ളതായിരിക്കുന്ന അധ്യായത്തിലാണല്ലോ 10 കൽപ്പനകൾ കൊടുക്കുന്നത്. ആ 10 കൽപ്പനകൾ കൊടുക്കുമ്പം ആ ഒരു ഭാഗത്ത് പുറപ്പാടല്ല, ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മളത് എടുത്തിരിക്കുന്നത്. ആവർത്തന പുസ്തകം 5-ാം അധ്യായത്തിലാണ് ഈ 10 കൽപ്പനകൾ എഴുതി വെച്ചിട്ടുള്ളത്. ആ 10 കൽപ്പനകൾ അത് മറ്റ് ഒരു സ്ഥലത്ത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിലുമുണ്ട്. These are the 2 chapters where you find the Decalogue. Decalogue means the 10 commandments. The first in Exodus chapter 20, and the repetition of those 10 commandments are given in chapter 5 of Deuteronomy. So this is what you read in Deuteronomy chapter 5. When he gives the commandment, the first and second commandment, verse 6, Deuteronomy chapter 5 and verse 6. We'll read verse 6 first of all. I am the Lord, your God, who brought you out of the land of Egypt, out of the house of slavery. You shall have no other gods before me. You shall not make for yourself an idol or any likeness of what is in heaven above, or on earth beneath, or in the water under the earth. Verse 9. ആ 9-ാമത്തെ വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. You shall not worship them or serve them, for I, the Lord your God, am a jealous God. ഈ വാക്യം
ആ, മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോ ആ ഇംഗ്ലീഷിലുള്ള ഫോർ എന്നുള്ളതായിരിക്കുന്ന ആ വാക്ക് പരിഭാഷപ്പെടുത്താനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. ആ ഇതുപോലെ ഞാനിത് പലപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യമാണ്. ഈ പരിഭാഷയ്ക്കകത്ത് ചില ചെറുതെന്ന് തോന്നുന്നതായിരിക്കുന്ന ആ കാര്യം പോലും വിട്ടുപോയി കഴിഞ്ഞാൽ അതിന് വലിയ അർത്ഥവ്യത്യാസങ്ങൾ വരും. ഈ മലയാളത്തിൽ നമ്മൾ വായിക്കുന്ന അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു വാക്ക് ചേർക്കേണ്ടതാണ്. എന്താണെന്നറിയാമോ? അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്, എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. ആ എന്തുകൊണ്ടെന്നാൽ എന്നുള്ള വാക്ക് അവിടെ ചേർത്തിട്ടില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അത് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. യു ഷാൽ നോട്ട് വർഷിപ്പ് ദം ഓർ സെർവ് ദം, ആൻഡ് ഗോഡ് ഹിംസെൽഫ് ഗീവ്സ് the reason why you should not worship them or serve them. And he says, because I am a jealous God. You should not worship them, you should not serve them, because I am a jealous God. ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമായിരിക്കുന്നത് കൊണ്ട്, ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകയാൽ നിങ്ങൾ അവയെ നമസ്കരിക്കരുത് എന്നാണ്. നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. See, as God, he always desire respect or glory and obedience and love. ദൈവം എന്നുള്ള നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. He desires honor and glory from his creation. ദൈവത്തിന്റെ സൃഷ്ടിയിൽ നിന്ന്, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരാധന എന്ന് പറയുന്നത്, മഹത്വം. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. he also desires obedience from us. നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമാണ് അനുസരണം എന്ന് പറയുന്നത്. ദൈവം കൽപ്പിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഈ കൽപ്പനകളെല്ലാം വന്നിട്ടുള്ളത്. ദൈവം നമ്മോട് എന്തെങ്കിലും കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുസരിക്കണം. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു വാക്യമാണ്, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ അവനോടുള്ള സ്നേഹം. ഇത് രണ്ട് മാസത്തില് ഇറ്റ് ഗോസ് ടുഗെദർ. ഒബീഡിയൻസ് ആൻഡ് ലവ്, ഇറ്റ് ഗോസ് ടുഗെദർ. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നാം വെളിപ്പെടുത്തുന്നത് അവനെ അനുസരിക്കുന്നതിലൂടെയാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ഒരു തീക്ഷ്ണതയുള്ള ദൈവമാണ്. ഇതാണ് പൗലോസ് അവിടെ പറയുന്നത്. എന്താണ്? ഐ ആം ജലസ് ഫോർ യു വിത്ത് എ ഗോഡ്ലി ജലസി എന്ന് കൊരിന്തിലുള്ള വിശ്വാസികളോട് പറയുന്ന ആ കാര്യം ഇതാണ്. ദ ജലസി ഓഫ് ഗോഡ് ഈസ് ദിസ്, ദാറ്റ് ഗോഡ് ഡസൻറ്റ് ലൈക്ക് us loving anything more than him. അല്ലെങ്കിൽ ദൈവത്തോടുള്ളതായിരിക്കുന്ന ആ ഒരു ഏകാഗ്രത വിട്ട് നമ്മുടെ ഹൃദയം വേറെ എവിടെയെങ്കിലും ആയി പോകുന്നത് സഹിക്കാൻ പറ്റാത്തതായിരിക്കുന്ന ഒരു ദൈവമാണ് വേദപുസ്തകത്തിലെ ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ദൈവം യെശയ്യാപ്രവചനത്തിലാണെന്ന് തോന്നുന്നു, ദൈവം പറയുന്നുണ്ട്, എന്റെ മഹത്വം ഞാൻ ജാതികളുടെ വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. I deserve all the worship because I am the creator, I am the redeemer, I am the one who has redeemed you. ഇസ്രായേലിനോട് പറയാണ്, I am your God. I am the one who has taken you out of Egypt. I am the one who brought you out of Egypt. I am the one who gave you the promised land. ഞാനാണ് നിങ്ങൾക്ക് ഇതെല്ലാം നൽകിയത്, വേറെ ആരുമല്ല. അങ്ങനെയുള്ള ദൈവം രക്ഷിച്ച് എടുത്തുകൊണ്ടുവന്ന, ദൈവം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച, ദൈവം ആ വാഗ്ദത്ത ദേശം കൊടുത്തതായിരിക്കുന്ന ഇസ്രായേല്, when they leave God and when they go to and worship idols and other gods, God cannot tolerate it. ദൈവത്തിന് അത് സഹിക്കാൻ പറ്റുന്നില്ല. താൻ വളരെ സ്നേഹിച്ച്, നമ്മള് വായിക്കുന്നുണ്ടല്ലോ, മിസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ പിന്നീട് ഒരു പൂർത്തീകരണം എന്നുള്ള നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ആ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നത് ഹോശേയ പ്രവചനത്തിലാണ്. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തില് നമ്മളത് വായിക്കുന്നുണ്ട്. ഹോശേയ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമുക്ക് വായിക്കുന്നത്,
ദൈവത്തിന്റെ സ്നേഹത്തോട് ബന്ധപ്പെട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അതിവിടെ വായിക്കുന്നത്. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രയീമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു. പക്ഷെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ പറയുമ്പോ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്, രണ്ടാമത്തെ വാക്യം: അവരെ വിളിക്കും തോറും അവർ വിട്ടകന്നു പോയി, ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രൈമിനെ നടക്കുവാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു, എങ്കിലും ഞാൻ അവരെ സൗഖ്യമാക്കി എന്ന് അവർ അറിഞ്ഞില്ല. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ അവരെ വലിച്ചു. അവരുടെ താടിയിൽ മേലുള്ള നുകം നീക്കിക്കളയുന്നവനെ പോലെ ഞാൻ അവർക്കായിരുന്നു. ഞാൻ അവർക്ക് തീനിട്ട് കൊടുത്തു. നോക്കുക, ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. When Israel was a youth, I loved him. എങ്ങനെ സ്നേഹിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എനിക്കത് പലപ്പോഴും വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ്. I taught Ephraim how to walk. I took them in my arms. നോക്ക്, അവരെ എന്റെ കയ്യിലെടുത്ത് ഓമനിച്ച് ഞാൻ സ്നേഹിച്ച് ഞാൻ കൊണ്ടു നടന്നതായിരിക്കുന്ന ആളുകളാണ്. എന്നിട്ട് അവരെന്താ ചെയ്തത്? They went after idols. ഈ ഹോശയുടെ പുസ്തകം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രദർശനമാണ്. ഹോശയോട് പറയുന്നുണ്ട്, ഒരു വ്യഭിചാരിണി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ആകാൻ പോകുന്നതായിരിക്കുന്ന ഒരു സ്ത്രീയെ പോയിട്ട് നീ സ്നേഹിക്കണം എന്ന് പറയുന്നുണ്ട്. അവള് ഹോശയെ വിവാഹം കഴിച്ചു, അതിനുശേഷം അവള് ഹോശയെ ഉപേക്ഷിച്ചു പോയി. എന്തിനാ പോയതെന്നൊക്കെ ആ ഭാഗത്ത് കാണുന്നുണ്ട്. ഇത് ആ പുസ്തകമൊന്നും മുഴുവനായിട്ട് വായിക്കാനായിട്ട് ഇപ്പം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ആ ഹോശയുടെ ഭാര്യ, ഷീ ലെഫ്റ്റ് ഹോശയ ആൻഡ് വെന്റ് ആഫ്റ്റർ അതർ പീപ്പിൾ, ബട്ട് ദെൻ ഗോഡ് അഗെയിൻ വെന്റ് ടു ഹോശയ ആൻഡ് സെഡ് ദീസ് വേർഡ്സ്. എന്താണെന്നറിയാമോ ഹോശയോട് ദൈവം പോയി പറഞ്ഞത്? യു ഗോ അഗെയിൻ ടു ദിസ് വുമൺ ഗോമർ ആൻഡ് യു ലവ് ഹെർ. വ്യഭിചാരിണിയായിട്ട് പോയിരിക്കുന്ന ആ സ്ത്രീയുടെ അടുത്തേക്ക് നീ പിന്നെയും ചെന്ന് അവളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ ദൈവം ഹോശയോട് ഇത് പറഞ്ഞത്? ദൈവം എങ്ങനെയാണ് ഇസ്രായേൽ മക്കളോട് എന്ന് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അവരെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ 1-ാമത്തെ വാക്യം, 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഇങ്ങനെയാ വായിക്കുന്നത്: ഗോ അഗെയിൻ, love a woman who is loved by her husband, yet an adulteress, even as the Lord loves the sons of Israel, though they turn to other gods and love raisin cakes. ഇവിടെ ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരി അടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെന്ന് ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹം ഇസ്രായേൽ മക്കളോട് വന്നപ്പോഴും അവര് പക്ഷേ അവനെ വിട്ട് മറ്റുള്ളതായിരിക്കുന്ന ആളുകളുടെ മറ്റുള്ള ജാരന്മാരുടെ പുറകെ പോയി എന്ന് അവിടെ വായിക്കുന്നു. അതാണ് വ്യഭിചാരം എന്ന് പറയുന്നത്. അവിടെ തന്നെ വായിക്കുന്നുണ്ട്, അനേക അന്യദൈവങ്ങളുടെ പുറകെ പോയി, ഐഡലേറ്ററി, അന്യദൈവങ്ങൾ, വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട്, ബിംബങ്ങൾക്ക് ബലി കഴിച്ചുകൊണ്ട് അവർ പോയി എന്നാണ്. Loving anything other than God is considered as adultery and idolatry. ഈ ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിനകത്ത് കാര്യമായിട്ട് നമ്മൾ അത് ചിന്തിക്കാനായിട്ട് ഇടവരേണ്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ വിഗ്രഹാരാധന എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐഡലേറ്ററി എന്ന് പറയുമ്പോൾ നമ്മൾ ആരും ഐഡലേറ്റേഴ്സ് ആണെന്ന് നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. Even we will not admit that we are spiritual adulterers or even idolaters. നമ്മൾ ആരും ആത്മീയ വ്യഭിചാരം ചെയ്യുന്നവരാണെന്നും അല്ലെങ്കിൽ വിഗ്രഹാരാധികളാണെന്നും നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. നമുക്ക് ഒരിക്കലും അങ്ങനെ തോന്നില്ല. പക്ഷേ നമ്മൾ ദൈവത്തെയാണോ ഏറ്റവും അധികമായിട്ട് സ്നേഹിക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. നമ്മൾ ഒരിക്കലും അങ്ങനെ നമ്മളെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും നാം ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ഒന്നാമത് നാം ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ പറയുന്നതായിരിക്കുന്ന കാറ്റഗറിയിൽ വരുന്നതായിരിക്കുന്ന ആളുകളാണ്. ഞാൻ വായിച്ചിട്ടുള്ള among the books that I have read, this is one of the best books and this is one of the books that has influenced me a lot, that has touched me a lot. ആ ബുക്കിന്റെ പേര് കൗണ്ടർ ഫെയ്റ്റ് ഗോഡ്സ് എന്നുള്ള ഒരു പുസ്തകമാണ്.
അത് ഇറ്റ് ഈസ് റിട്ടൺ ബൈ തിമോത്തി കെല്ലർ. ടിം കെല്ലർ എന്ന് പറയുന്ന ഒരാൾ എഴുതിയ കൗണ്ടർ ഫൈറ്റ് ഗോഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ ഒക്കെ അത് വളരെ നല്ലൊരു പുസ്തകമാണ്. ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ വെച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇൻ ദാറ്റ് ബുക്ക് Timothy Keller or Tim Keller, he defines who an idolater is or what is an idol. ഐഡൽ എന്ന് പറഞ്ഞാൽ, ഒരു വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ താൻ ആ പുസ്തകത്തിനകത്ത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ഹൗ ഹി ഡിഫൈൻസ് വാട്ട് ആൻ ഐഡൽ ഈസ്. അല്ലെങ്കിൽ ഐഡലേറ്ററി എന്ന് പറയുന്നത് എന്താ, വിഗ്രഹാരാധന എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. എനിത്തിങ് മോർ ഇമ്പോർട്ടന്റ് ടു യു ദാൻ ഗോഡ്, anything that absorbs your heart and imagination more than God, and anything to give you what God can give. അതെങ്ങനെ പരിഭാഷപ്പെടുത്തി മലയാളത്തിലേക്ക് ആക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനേഷൻ ആയതുകൊണ്ട് അത് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിത്തിങ് മോർ ഇമ്പോർട്ടന്റ് ടു യു ദാൻ ഗോഡ്. ദൈവത്തെക്കാൾ അധികം നിങ്ങൾക്ക് എന്താണോ പ്രാധാന്യമുള്ളത്. എനിത്തിങ് ദാറ്റ് അബ്സോർബ്സ് യുവർ ഹാർട്ട് ആൻഡ് ഇമാജിനേഷൻ മോർ ദാൻ ഗോഡ്. ദൈവത്തെക്കാൾ അധികമായിട്ട് നിങ്ങളുടെ ഹൃദയത്തെയും നിങ്ങളുടെ ഭാവനയെയും നിങ്ങളുടെ മനസ്സിനെയും ഒക്കെ ബാധിച്ചിരിക്കുന്ന, സ്വാധീനിക്കുന്ന, അല്ലെങ്കിൽ എന്തിലേക്കാണോ അത് ഇഴുകിച്ചേർന്നിരിക്കുന്നത്, അതാണ് ഒരു ഐഡൽ എന്ന് പറയുന്നത്. തീർന്നില്ല. ആൻഡ് എനിത്തിങ് ദാറ്റ് യു സീക്ക് ടു ഗിവ് യു വാട്ട് ഓൺലി ഗോഡ് ക്യാൻ ഗിവ്. ദൈവത്തിന് മാത്രം നിങ്ങൾക്ക് തരാൻ കഴിയുന്നതായിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നതിന് പകരം നിങ്ങൾ പകരം ആ എന്തിലേക്കാണോ നിങ്ങൾ നോക്കുന്നത്, എനിത്തിങ് ദാറ്റ് യു സീക്ക് ടു ഗിവ് യു, ദൈവത്തിന് മാത്രം നിങ്ങൾക്ക് തരാൻ കഴിയുന്ന ആ ഒരു കാര്യം, അതിന് പകരം നിങ്ങൾ മറ്റുള്ളതായിരിക്കുന്ന കാര്യത്തിലേക്ക് നോക്കുമ്പോൾ സന്തോഷത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന പ്ലഷർ, നമുക്ക് പലതരത്തിലുള്ളതായിരിക്കുന്ന ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് നാം എന്തിലേക്കാണോ നോക്കുന്നത്, അതാണ് ഒരു വിഗ്രഹം എന്ന് പറയുന്നത്. ദൈവത്തിന് പകരമായി നാം ആ പറയുന്നതായിരിക്കുന്ന ജീവിതത്തിൽ പ്രാധാന്യമുള്ളതായിട്ട് നാം കാണുന്ന, നമ്മുടെ ഹൃദയവും നമ്മുടെ ഭാവനയും ചിന്തകളും ഒക്കെ ഇഴുകിച്ചേർന്നിരിക്കുന്ന, എന്തിലേക്കാണ് അത് ഇഴുകിച്ചേർന്നിരിക്കുന്നത്? അത് പല കാര്യങ്ങൾ വരാം. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു ഇന്റർനെറ്റിലുള്ളതായിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പം ആ ആർട്ടിക്കിളിനകത്ത് എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തില് ഐഡൽസ് അല്ലെങ്കിൽ വിഗ്രഹങ്ങളായിട്ട് തീരാനായിട്ട് സാധിക്കുന്ന 10 കാര്യങ്ങളെ കുറിച്ചാണ്. ഇത് വലിയ ഗഹനമായിട്ടുള്ള നിലയിലുള്ള ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ ആ ഒരു 10 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനതങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 10 specific things that can quickly sneak into our lives and become idols. വളരെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് വിഗ്രഹങ്ങളായിട്ട് തീരാൻ സാധ്യതയുള്ളതായിരിക്കുന്ന 10 കാര്യങ്ങൾ. ഒന്ന്, സെൽഫ്, നമ്മുടെ സ്വയം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം. നമുക്കറിയാമല്ലോ, അത് ഈ നാളുകളില് ഏറെ വർദ്ധിച്ചു വരുന്ന ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. മറ്റുള്ളവരെ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു എന്താ പറയുക, അതിന്റെ ഒരു അതിപ്രസരം ഉണ്ടായതുകൊണ്ട് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോഴൊക്കെ കേൾക്കാനായിട്ട് വളരെ സുഖമുള്ളതായിരിക്കുന്ന ചില വാചകങ്ങളുണ്ട്. അത് കേൾക്കുമ്പോൾ നമ്മൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ പുറകിലുള്ളതായിരിക്കുന്ന സത്യത്തെ ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാതെ വെറുതെ അതങ്ങ് അല്ലെങ്കിൽ അത് എടുത്ത് പോസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കുന്ന ഒരു രീതിയുണ്ട്. മറ്റാരും നിന്നെ സ്നേഹിക്കാനായിട്ടില്ല, അതുകൊണ്ട് നീ നിന്നെ തന്നെ സ്നേഹിക്കുക. ഈ നാളുകളിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു കാര്യമാണ്. നീ നിന്നെ തന്നെ സ്നേഹിക്കണം, മറ്റാരും നിന്നെ സ്നേഹിക്കാനായിട്ടുണ്ടാവില്ല. അപ്പോ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളുകളിൽ വളരെയധികം ചിന്ത അല്ലെങ്കിൽ ഒത്തിരി മുൻപിൽ നിൽക്കുന്ന ഒരു ചിന്തയാണ് ലവിങ് സെൽഫ് എന്ന് പറയുന്നത്. നമ്മെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ ദൈവപകരം കയറി വരാൻ സാധ്യതയുള്ളതായിരിക്കുന്ന മറ്റു ഒരു കാര്യമാണ്. ദ സെക്കൻഡ് തിങ് ഹി ലിവ്സ് ഈസ് സെക്യൂരിറ്റി. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സുരക്ഷ എന്ന് പറയുന്നത്
നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന ഒരു ഒരു ചിന്തയാണ് അല്ലെ. എപ്പോഴും സെക്യൂരിറ്റി എന്ന് പറയുമ്പം സി നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് പലവിധമായിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഉറപ്പാക്കുന്നവരാണ് അല്ലെ. ആഹ് ഒരു എന്താ പറയുന്ന ജോബ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഇതൊക്കെ നമുക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഇതൊന്നും മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നതായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, മെനി എ ടൈം ദിസ് ക്യാൻ ടേക്ക് ദ പ്ലേസ് ഓഫ് ഗോഡ് ഇൻ അവർ ലൈഫ്സ്. ഇത് ദൈവത്തിന്റെ, കാരണം ഈ ദൈവത്തിന് നമുക്ക് തരാൻ പറ്റുന്നതായിരിക്കുന്ന സുരക്ഷയോളം സുരക്ഷ വേറെ ഒന്നിനും തരാൻ പറ്റില്ല. നമുക്കറിയാം എത്രയോ ബില്യണേഴ്സ് ദേ ബിക്കെയിം ബാങ്ക്രപ്റ്റ് അല്ലേ. എത്രയോ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പണത്തിൽ നമ്മൾ സെക്യൂരിറ്റി, അതാണ് നമ്മെ സംരക്ഷിക്കാനായിട്ട് പോകുന്നതെന്ന് വിചാരിച്ച് അതിന്മേൽ ആശ്രയിക്കുന്ന എത്രയോ പേര് വീണു പോയിട്ടുണ്ട്. സം ഓഫ് ദ ടൈം വി അതും ഇതിനകത്തുള്ളതായിരിക്കുന്ന വേറൊരു കാര്യമാണെങ്കിൽ ഞാനങ്ങ് പറയാം, ആരോഗ്യം അല്ലേ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും എപ്പോഴും വളരെ ഇത് നമ്മെ പ്രൊട്ടക്ട് ചെയ്യും, ഇത് നമ്മെ ദീസ് തിങ്സ് വിൽ മേക്ക് അസ് സെക്യൂർ, അല്ലെങ്കിൽ ദീസ് തിങ്സ് വിൽ പ്രൊട്ടക്ട് അസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്ക് പലപ്പോഴും ഉണ്ടാകാം. ദൈവത്തെക്കാൾ അധികമായി ഇതൊക്കെ ആവശ്യമാണ്. പക്ഷെ പണത്തിന് പണം ആവശ്യമാണ് അല്ലേ, ആരോഗ്യത്തിന് ആരോഗ്യം ആവശ്യമാണ്, ജോലിക്ക് ജോലി ആവശ്യമാണ്. ഒത്തിരി പേര് ഇങ്ങനെയുള്ളതായിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട്. ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. But when any of these things, when it takes the place of God, then it becomes an idol. അവിടെയാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു ഒരു കാര്യമാണ്. The third one, he said, is approval. നമ്മൾ എപ്പോഴും ഈ മറ്റുള്ളവരോടുള്ള ബന്ധത്തില് അവരുടെ ലോയൽറ്റി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, മറ്റുള്ളവനെ പ്രസാദിപ്പിക്കാനായിട്ട്, മറ്റുള്ളവന്റെ കയ്യിൽ നിന്ന് ഒരു ഒരു എന്താ പറയാ, മറ്റുള്ളവർ നമ്മെ പുകഴ്ത്തണം, അവരിൽ നിന്ന് നമുക്ക് സ്വീകാര്യത കിട്ടണം. I always have the desire that I should be accepted and approved by everyone. അത് മനുഷ്യന്റെ സ്വഭാവത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവരും എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം, ഞാൻ എല്ലാവർക്കും ഒരു ഇഷ്ടനായിട്ട് തീരണം എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത. അത് ഒരു ഐഡലായിട്ട് ദൈവത്തിന്റെ സ്ഥാനം അപഹരിക്കാനായിട്ട് സാധ്യതയുള്ളതായിരിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഫോർത്ത് തിങ് ഈസ് റിലേഷൻഷിപ്പ്. ജീവിതത്തിലുള്ളതായിരിക്കുന്ന ബന്ധങ്ങൾ, അത് വിശദീകരിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ബന്ധങ്ങളൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. God has placed us in a society where we should have relationships. Relationships are very important. അത് വളരെ പ്രാധാന്യമുള്ളതായിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഏത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് ദൈവത്തിന്റെ സ്ഥാനം അപഹരിക്കുന്ന നിലയിലേക്ക് വന്നാൽ, അത് ചിലപ്പോൾ ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, സഹോദരങ്ങളാകാം, ഏത് ബന്ധമാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് അറിയാവുന്ന കാര്യം. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, എന്നേക്കാൾ അധികമായിട്ട് തന്റെ അപ്പനെയോ അമ്മയെയോ സഹോദരനെയോ അവരെ അല്ലെങ്കിൽ സ്വത്തുക്കളെയോ പ്രിയപ്പെടുന്നവൻ, ഹി കനോട്ട് ബി മൈ ഡിസൈപ്പിൾ. എനിക്ക് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരുവൻ എന്നേക്കാൾ അധികമായി മറ്റുള്ളതിനെ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ദാറ്റ് ഈസ് വാട്ട് ഗോഡ്ലി ജെലസി മീൻസ്. ദൈവത്തിനുള്ളതായിരിക്കുന്ന അതേ ചിന്ത തന്നെയാണ് കർത്താവിനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ രണ്ടുപേരെയും മാറി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. കർത്താവ് പറയും, എന്നേക്കാൾ അധികമായിട്ട് മറ്റൊന്നിനെ നിങ്ങൾ പ്രിയപ്പെടുന്നു എന്ന് പറയുമ്പോ, സുപ്രീം ലവ് എന്ന് പറയുന്നത് അത് ദൈവത്തിന് മാത്രം അവകാശപ്പെടുന്നതാണ്. അതാണ് കർത്താവ് ഡിമാൻഡ് ചെയ്യുന്നത്. ദൈവത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു കാര്യം കർത്താവ് ക്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക. യു ഷുഡ് ലവ് മീ മോർ ദാൻ എവറിത്തിങ്. പത്രോസിനെ വിളിച്ചിട്ട് കർത്താവ് ചോദിച്ചതായിരിക്കുന്ന ചോദ്യം അത്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ആ ദീസ് എന്ന് പറയുന്നതായിരിക്കുന്നതിന് അതിന്റെ ഒറിജിനൽ ഗ്രീക്ക് ഭാഷാന്തരത്തില് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്താണ് കർത്താവ് ഉദ്ദേശിച്ചതെന്ന്. അതിന് രണ്ടർത്ഥങ്ങൾ കൊടുക്കാം. എന്ന് പറഞ്ഞാൽ, പത്രോസെ, നീ ഇവരെന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ, എന്ന് പറഞ്ഞാൽ ചുറ്റും നിൽക്കുന്നതായിരിക്കുന്ന ആളുകൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു അർത്ഥം അതിന് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ ഒരു മീനിങ്ങിൽ വേണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഡു യു ലവ് മീ മോർ ദാൻ ദീസ് മെൻ?
ഈ ആളുകളെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ ദൈവം അങ്ങനെ ഒരു അർത്ഥം അതിന് കൊടുക്കാം. ഇനി മറ്റൊരു നിലയിൽ ഈ ഇതിനേക്കാൾ അധികമായി എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടിരിക്കുന്ന മീനും വലയും പടകും അങ്ങനെയുള്ളതായിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നീ അവയെ സ്നേഹിക്കുന്നതിന്, നിന്റെ ഈ വലയും പടകും അതിനെയൊക്കെ നീ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിലും അതിനെ ആ ഒരു നിലയിൽ അതിനെ അർത്ഥമാക്കാം. അല്ലെങ്കിൽ മറ്റൊരർത്ഥം കൂടെ ആ വാക്യത്തിന് കൊടുക്കാം. അതായത് അവിടെ നിൽക്കുന്ന ആ മനുഷ്യര് ആ മനുഷ്യരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നു എന്നൊരു അർത്ഥം കൂടെ കൊടുക്കാം. പക്ഷെ അത് ആ ഒരു എന്താ പറയുന്നത്, ലെസ് പ്രോബബിൾ ആയിട്ടുള്ള ഒരു ഒരു സാധ്യതയാണ്. ഈ രണ്ട് കാര്യമാണ് എന്ത് തന്നെയാണെങ്കിലും കർത്താവ് ചോദിക്കുന്ന കാര്യം, പത്രോസിനോട് ചോദിക്കുന്നത്, നീ എന്നെ മറ്റുള്ളതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളത്. ആ ഒരു 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 കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധിക്കണം. ഞാനത് സന്ദർഭവശാൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഒരു ഫിഫ്ത്ത് തിങ്, അല്ലെങ്കിൽ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സക്സസ്. നമുക്കത് വിശദീകരിക്കേണ്ടതായിരിക്കുന്ന ആവശ്യമില്ലല്ലോ. ആറാമത്തേത് വെൽത്ത്. ഞാൻ അതിലേക്ക് പിന്നാലെ വരാം. സമ്പത്ത് എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം, അത് പലപ്പോഴും നമ്മൾ ദൈവത്തിന്റെ സ്ഥാനത്ത് കടന്നു വരുന്ന ഒരു 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 വിഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു കാര്യമാണ്. 7 ഹെൽത്ത് അഥവാ ആരോഗ്യം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം. 8 ഭക്ഷണം. പലപ്പോഴും അതും ഒരു നമുക്ക് വലിയ ഒരു എന്താ പറയുന്ന ഒരു ഒരു നമ്മയൊക്കെ ടെംപ്റ്റ് ചെയ്യാവുന്ന അതിനുള്ളതായിരിക്കുന്ന ഉദാഹരണങ്ങളൊക്കെ പലപ്പോഴും ദൈവം കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ദൈവം വയറ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? See, there are certain people who love food than any other thing in the world. അങ്ങനെയുള്ളതായിരിക്കുന്ന ആളുകൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്ഥാനത്താണ്. അങ്ങനെ അവരുടെ ഭോജ്യം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വയറെന്ന് പറയുന്നത് അവരുടെ ദൈവമായിട്ടിരിക്കുന്ന ഒരു കാര്യം. 9-ാമത്തേത് ഇന്റലക്ട് അഥവാ ജ്ഞാനം, വിസ്ഡം എന്നൊക്കെ പറയുന്നതായിരിക്കുന്ന ഒരു കാര്യം. ഇത് പറയുമ്പോൾ ഈവൻ ആത്മീയമായിരിക്കുന്ന ലോകത്ത് പോലും ഈ ഇന്റലക്ട് എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യം, ആത്മീയമായിരിക്കുന്ന ലോകത്ത് എന്ന് പറയുമ്പോൾ ഐ എം ടോക്കിംഗ് അബൌട്ട് മിനിസ്ട്രി, ഐ എം ടോക്കിംഗ് അബൌട്ട് പ്ലേസസ് വേർ ബൈബിൾ ഈസ് ബീങ് ടോട്ട്, ബൈബിൾ ഈസ് ബീങ് പ്രീച്ച്ഡ്. നമ്മൾ സാധാരണ ഈ ഹെഡ് നോളജ് ആൻഡ് ഹാർട്ട് നോളജ് എന്നൊക്കെ പറഞ്ഞ് തിരിക്കാറുണ്ട്. അത് ബൈബിൾ അങ്ങനെ തിരിച്ചിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ വിചാരിക്കുക. ഈ ദൈവത്തെ അറിയുക എന്നുള്ളതായ കാര്യം, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ അറിയണമെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ആ ദൈവത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ആ അറിവിന്റെ പിറകെ പോയി ബൈബിളിന്റെ അകത്തുള്ളതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന ആ ബൗദ്ധികമായിരിക്കുന്ന ജ്ഞാനം മുഴുവൻ കൊണ്ടുവന്ന് തലയ്ക്കകത്ത് നിറച്ചു വെച്ചാലും ദൈവത്തെ സ്നേഹിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പലപ്പോഴും ഞാന് സെമിനാരി പഠിച്ചിട്ടുള്ള, ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുള്ളതായിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അവിടെ സംഭവിക്കാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ഒരു വലിയൊരു അപകടം എന്ന് പറയുന്നത്, മെനി എ ടൈം ദ സിസ്റ്റമാറ്റിക് തിയോളജി ടെക്സ്റ്റ് ബുക്സ് ടേക്സ് ദ പ്ലേസ് ഓഫ് ദ ബൈബിൾ. ഞാൻ പറഞ്ഞത് എന്താന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുക. പലപ്പോഴും വലിയ വലിയ സ്കോളേഴ്സ് ഒക്കെ എഴുതിയിട്ടുള്ളതായിരിക്കുന്ന വലിയ റഫറൻസ് ഗ്രന്ഥങ്ങളും ബുക്കുകളും ഒക്കെ വേദപുസ്തകത്തിന്റെ സ്ഥാനം അപഹരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകാറുണ്ട്. The 10th thing that sneak into our lives and takes the place of an idol is comfort. 10-ാമത്തേത് എന്ന് പറയുന്ന കംഫർട്ടാണ്. അത് വളരെ ഗൗരവമേറിയതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ സുഖത്തിന്റെ പുറകെ പോകുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഐഡോലേറ്ററി എന്ന് പറയുന്നതായിരിക്കുന്ന വിഷയമാണല്ലോ. നമ്മൾ ദൈവത്തെക്കാൾ അധികമായിട്ട് എന്തിനെ സ്നേഹിക്കുന്നു, അതിനെല്ലാം വിഗ്രഹാരാധന എന്നുള്ള നിലയിലാണ് നമുക്ക് അതിനെ കാണാനായിട്ട് കഴിയുക. ഈ ഐഡോലേറ്ററി എന്ന് പറയുന്നതായിരിക്കുന്ന വിഷയം വേദപുസ്തകത്തിൽ പരിശോധിച്ചപ്പോ എന്തിനെയാണ് ഐഡോലേറ്ററി എന്ന് പറഞ്ഞ് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല, കാരണം അതിന്റെ ആശയം നമുക്ക് അറിയാവുന്നതാണ്. എല്ലാം ഒന്നും നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ടും കഴിയുകയില്ല. എങ്കിലും ഞാനതൊന്ന് ലിസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതിയെടുക്കണം എന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് ഉൾപ്പെടെ എഴുതിയെടുക്കാം. ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട്. 1-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്തിനെയാണ് ഐഡോലേറ്ററി എന്ന് ബൈബിള് പറയുന്നത്? ഒന്ന്, ദൈവത്തിന്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനെ വേദപുസ്തകം ഐഡോലേറ്ററി അഥവാ വിഗ്രഹാരാധന എന്നാണ് പറയുന്നത്. ദൈവത്തിന്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുക, ലിബലിംഗ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഈസ് ഐഡോലേറ്ററി. ലിബലിംഗ്
LIBELING. അതൊരു അത്ര കോമൺ ആയിട്ടുള്ള ഒരു വേർഡ് അല്ല, പക്ഷേ എങ്കിൽ ലിബലിംഗ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ് ഈസ് ഐഡലേറ്ററി എന്ന് പറഞ്ഞാല് ബിലീവിങ് ദ ട്രൂ ഗോഡ് ടു ബി സംതിങ് അതർ ദാൻ ഹീ ഈസ്. ദൈവത്തെ വികലമായിട്ടുള്ള നിലയിൽ കാണുക, ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ പ്രകൃതത്തെ ഒക്കെ മറ്റുള്ള നിലയിൽ നാം കാണുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പം അതിനെ ദൈവത്തിന്റെ യഥാർത്ഥമായിരിക്കുന്ന സ്വഭാവത്തെ വികലമായിട്ട് ചിന്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ സ്വഭാവത്തെ മനസ്സിലാക്കാതെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തോട് ദൈവത്തെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് പലപ്പോഴും ചില ആളുകളൊക്കെ ചിന്തിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെയും മനുഷ്യൻ പ്രവർത്തിക്കുന്നത് പോലെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എവിടെ ഒരു സങ്കീർത്തനത്തിലോ എവിടെ ഒരു വേദഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് 50-ാം സങ്കീർത്തനത്തിലാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. Psalm 50, I believe it is in Psalm 50, where it says, ഞാൻ ഇങ്ങനെ ഉള്ള ഞാൻ ഈ നിലയിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു എന്ന് അവിടെ വായിക്കുന്നുണ്ട്. ഓക്കെ, Psalm 50 and verse 21. These things you have done and I kept silence. You thought that I was just like you. ഇവ നീ ചെയ്ത് ഞാൻ മിണ്ടാതിരിക്കിയാൽ ഞാൻ നിന്നെ പോലെ ഉള്ളവനെന്ന് നീ നിരൂപിച്ചു. പലപ്പോഴും മനുഷ്യന്റെ ബലഹീനമായിരിക്കുന്ന ചിന്ത അല്ലെങ്കിൽ മനുഷ്യന്റെ ബലഹീനത ദൈവത്തിന് അസ്ക്രൈബ് ചെയ്യുന്ന, ദൈവത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. ഇവ നീ ചെയ്ത്, നമ്മൾ തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തപ്പോ അപ്പൊ തന്നെ ദൈവം നമ്മെ ശിക്ഷിച്ചില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താ? നമ്മളെ പോലെ തന്നെ ഈ ഇങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ദൈവം കൂട്ടു നിൽക്കുന്നവനാണ്, ദൈവം ചിലപ്പോഴൊക്കെ കണ്ണടയ്ക്കുന്നവനാണ്, കണ്ടില്ലെന്ന് നടിക്കുന്നവനാണ്, ദൈവം ഈ കള്ളത്തരത്തിനൊക്കെ ഇടയ്ക്ക് കൂട്ടു നിൽക്കുന്നവനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ചില തരത്തിലുള്ളതായിരിക്കുന്ന കാര്യമുണ്ട്. അതാണ് ലിബലിംഗ് ദ ക്യാരക്ടർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആ സ്വഭാവത്തെ അപകീർത്തിപ്പെടുത്തുക, അത് വിഗ്രഹാരാധനയാണ്. 2, വർഷിപ്പിംഗ് ദ ട്രൂ ഗോഡ് ഇൻ ദ റോങ് വേ ഈസ് ഐഡലേറ്ററി. സത്യദൈവത്തെ തെറ്റായ നിലയിൽ ആരാധിക്കുന്നത്, ഇത് വിശദീകരിക്കേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ അതിന് ശ്രമിക്കുന്നില്ല. സത്യദൈവത്തെ തെറ്റായ നിലയിൽ ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ളതായിരിക്കുന്ന വാക്യങ്ങൾ വായിച്ചാലും നമുക്കറിയാതെ ദൈവത്തിന് അന്യാഗ്നി കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദൈവത്തെ ആരാധിക്കാനായിട്ട് ദൈവം എങ്ങനെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ നിലയിൽ തന്നെ നാം ദൈവത്തെ ആരാധിക്കണം. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ ആരാധിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. ദൈവം എങ്ങനെയാണോ ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ആരാധിക്കുക, അതുപോലെ ദൈവത്തെ സേവിക്കുക. അതിനപ്പുറമായിട്ട് പോകുന്നത് ദൈവത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ വിഗ്രഹാരാധനയോടുള്ള നിലയിലാണ് ദൈവം ചിന്തിക്കുന്നത്. 3rd one നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, വർഷിപ്പിംഗ് എനി ഇമേജ് ഈസ് ഐഡലേറ്ററി. യെശയ്യാവ് 44:17, ഐസയ ചാപ്റ്റർ 44 and verse 17. വർഷിപ്പിംഗ് എനി ഇമേജ് ഈസ് ഐഡലേറ്ററി. ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ചേർത്ത് ഞാൻ പറയുകയാണ്. എത്ര പേര് ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ, യേശു ക്രിസ്തു എന്ന് പറയുന്നതായിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, there is a picture that comes in our mind. അതില്ലാന്ന് നിങ്ങൾ ആരും പറയരുത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് ക്രിസ്തു എന്ന് പറയുമ്പോൾ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ഏത് ചിത്രമാണെന്നറിയാമോ? പണ്ട് ഡാവിഞ്ചി എന്തോ വരച്ച ഒരു ചിത്രമാണ്. നമ്മള് ഈ ജീസസ് ഫിലിമും അതുപോലെ തന്നെ പാഷൻ ഓഫ് ക്രൈസ്റ്റും അതുപോലെ തന്നെ പിന്നെ കുറെ അതുപോലെയുള്ളതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു വെച്ചിരിക്കുക. നമ്മൾ ആരും ഈ ചിത്രം ഫോട്ടോ എടുത്ത് നമ്മുടെ വീട്ടിലൊന്നും തൂക്കിയിടാറില്ല എന്നുള്ളത് സത്യമാണ്. നമ്മൾ ആരും ബ്രദറുകാരാണ് അല്ലെ, വേർപാടുകാർ, അങ്ങനെയുള്ളതായിരിക്കും ഫോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതൊക്കെ വലിയ തെറ്റായിട്ട് നമ്മൾ കാണുക. പക്ഷെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ഗുരുതരമായിരിക്കുന്ന തെറ്റെന്താണെന്നറിയാമോ? ഇത് നമ്മൾ ഭിത്തിയിൽ പതിപ്പിച്ചിട്ടില്ല, പക്ഷെ നമ്മുടെ ഹൃദയത്തിനകത്ത് പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ചിത്രം കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണോന്ന് എനിക്കറിയില്ല. നമ്മൾ ഒരിക്കൽ കർത്താവിനെ നേരിട്ട് കാണുമല്ലോ.
ഒരിക്കൽ കർത്താവിനെ നേരിട്ട് കാണാം. അന്നാ നമ്മള് കർത്താവിനെ ശരിയായിട്ടുള്ള നിലയെ കാണാൻ പോകുന്നത്. ആ കർത്താവിനെ കാണുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെ അയ്യോ നീയായിരുന്നു, നീ ഇങ്ങനെയാണോ ഇരുന്നേ എന്ന് ചിലപ്പോ സംശയിച്ചു പോകുന്ന, ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം നമുക്ക് ആർക്കും അറിയില്ല കർത്താവ് എങ്ങനെ ഇരുന്നേന്ന്. നമുക്ക് ആർക്കും ആ കർത്താവിന്റെ മുഖത്തെ കുറിച്ച്, അത് യഥാർത്ഥ രൂപമല്ലാതെ വേറൊരു രൂപം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നത് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ വിഗ്രഹാരാധനയാണെന്ന് ഞാൻ പറയും. നിങ്ങൾ എത്ര പേര് അംഗീകരിക്കും എന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, നാലാമത്തെ എന്ന് പറയുന്നത് വർഷിപ്പിംഗ് ഏഞ്ചൽസ് ഈസ് ഐഡലേറ്ററി. ദൂതന്മാരെ ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ്. ദൂതന്മാരെന്ന് പറയുമ്പോൾ എനിക്കറിയാം നമ്മളാരും അത് ചെയ്യാറില്ല. പക്ഷെ എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ ഈ നമ്മളെ ദൂതന്മാര്, ഈ ഞാന് പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം കത്തോലിക്കരുടെ സ്കൂളിലാണ് പഠിച്ചത്. അവർക്ക് ഈ കാറ്റക്കിസം ക്ലാസ്സിൽ വേണമെങ്കിൽ ചെന്നിരിക്കാന്നാണ്. ഇപ്പൊ ഒരാളെന്നെ നിർബന്ധിച്ച് ഒരിക്കലും അവിടെ കൊണ്ടുപോയപ്പോ ഒരു കന്യാസ്ത്രീ അവിടെ പഠിപ്പിക്കുന്നത് ഞാൻ കേട്ടതാണ്. നമുക്കൊക്കെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ ഉണ്ട്. ആ ഗാർഡിയൻ ഏഞ്ചലിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേരിടാം. ആ പേരിട്ട് അവരോട് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം എന്നൊക്കെ ഇവര് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് ഇതുപോലെയുള്ള ചിന്തകളൊക്കെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊലോഷ്യൻസ് ചാപ്റ്റർ 2:18, അതുപോലെ തന്നെ കൊലോഷ്യൻസ് 2:18, റെവലേഷൻ ചാപ്റ്റർ 19:10 ഇതൊക്കെ വായിക്കുമ്പോൾ ദൂതന്മാരെ ആരാധിക്കുന്നത് വിഗ്രഹാരാധനയാണ് എന്നുള്ളത് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അഞ്ചാമത്തേത് വർഷിപ്പിംഗ് ഡീമൺസ് ഈസ് കൺസിഡേർഡ് ആസ് ഐഡലേറ്ററി ഇൻ ദ ബൈബിൾ. ഭൂതങ്ങളെ ആരാധിക്കുന്നത്, റെവലേഷൻ ചാപ്റ്റർ 9:20, വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ ഡീമൺസ്, അശുദ്ധാത്മാക്കളെ ആരാധിക്കുക. ഞാനിത് പറയുമ്പോൾ നമ്മൾ ആരും ഇത് ചെയ്യുന്നവരല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അതിനോട് ചേർത്ത് പറയാം. എവിടെയാണ് നമുക്ക് ഇവിടെ പെശക് വരുന്നതെന്ന് ചോദിച്ചാല്, ഈ ഭൂതങ്ങളെ നാം വല്ലാതെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. അശുദ്ധാത്മാക്കളെ, പിശാചിന്റെ ഗണത്തെ നാം ഭയപ്പെടുകയും അവർക്ക് നമ്മെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുമെന്നുള്ള നിലയിൽ നാം തെറ്റായിട്ടുള്ള ചില അന്ധവിശ്വാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ, എനിക്കറിയില്ല ഹൗ ടു പുട്ട് ദിസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, എനിക്ക് ചില വേർഡുകളൊന്നും ഇംഗ്ലീഷിൽ പറയാനായിട്ട് അത് എനിക്ക് കിട്ടില്ല. ഈ ചില ആളുകള് ഈ കൂടോത്രം ചെയ്യുന്നതും അതുപോലെയുള്ളതായിരിക്കുന്ന വിച്ച് ക്രാഫ്റ്റ്, ഡിവിനേഷൻ, സോൾസറി, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തെ ബാധിക്കും എന്നുള്ള നിലയിൽ നാം ചിന്തിക്കുമ്പോൾ അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു. വിശ്വാസികളുടെ ഇടയിൽ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെ ചെയ്യുമ്പോ നാം ഈ ഭൂതങ്ങളെയും അശുദ്ധാത്മാക്കളെയും ഒക്കെ ദൈവത്തെക്കാൾ അധികമായിട്ട് ഭയപ്പെടുകയാണ്. എന്റെ ദൈവത്തിന് എന്നെ സംരക്ഷിക്കാൻ കഴിയാതെ വണ്ണം ഈ ഭൂതങ്ങൾക്കും അശുദ്ധാത്മാക്കൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം എന്റെ ദൈവം അതിനേക്കാൾ ശക്തനാണ്. ആ ദൈവത്തിന്റെ ശക്തിയെ ഞാൻ ചെറുതാക്കിക്കൊണ്ട് ഭൂതങ്ങളുടെ ശക്തിയെ വലുതാക്കുമ്പം വാട്ട് ആം ഐ ഡൂയിങ്? ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവരെ ആണ് കൂടുതലായിട്ട് ആരാധിക്കുന്നത്, അല്ലെങ്കിൽ അവരെയാണ് ഭയപ്പെടുന്നത്. ഓക്കെ, ആറാമത്തേത് വർഷിപ്പിംഗ് ഡെഡ് മെൻ ഈസ് ഐഡലേറ്ററി. അത് സങ്കീർത്തനം 106-ന്റെ 28-29 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 106-ാം സങ്കീർത്തനം, സാം 106 വേഴ്സസ് 28 and 29. ഏഴാമത്തേത് സുപ്രീം ലോയൽറ്റി ഇൻ അവർ ഹാർട്ട് ടു എനിത്തിങ് അതർ ദാൻ ഗോഡ് ഈസ് ഐഡലേറ്ററി. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞാൻ ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ. സുപ്രീം ലോയൽറ്റി ഇൻ അവർ ഹാർട്ട് ടു എനിത്തിങ് അതർ ദാൻ ഗോഡ് ഈസ് ഐഡലേറ്ററി. മത്തായി 6-ന്റെ 21 നാം വായിക്കുന്നത്, നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്നാണ്. നിങ്ങളുടെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. പണ്ട് ആരോ ഇങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞു, അതുകൊണ്ടാണ് ഈ പുരുഷന്മാരുടെയൊക്കെ അവരുടെ ഈ ഷർട്ട് തയ്ക്കുമ്പം ഈ പോക്കറ്റ് ഇടതുവശത്ത് തയ്ക്കുന്ന തമാശ രൂപത്തിൽ പറഞ്ഞു. എന്ന് പറഞ്ഞാല് പോക്കറ്റ് ഹൃദയം ഇരിക്കുന്നിടത്താണ് നിക്ഷേപം ഇരിക്കുന്നിടത്ത് ഹൃദയം ഇരിക്കുമെന്ന് തമാശയ്ക്ക് പറഞ്ഞതാണ്. അതാണ് അതിന്റെ കാരണമൊന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിലും പലപ്പോഴും അതൊരു സത്യമാണ്. നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഈ നിക്ഷേപം എന്ന് പറയുന്നതായിരിക്കുന്ന കാര്യത്തിലാണ് നമ്മുടെ ഹൃദയം പോയിരിക്കുന്നത്. ഓക്കെ, എട്ടാമത്തേത് കവച്ചസ്നെസ് ഈസ് ഐഡലേറ്ററി. കൊലോഷ്യൻസ് ചാപ്റ്റർ 3:5. മോഹിക്കുക എന്ന് പറയുന്നത്, അത് എനിത്തിങ് ദാറ്റ് അതർ പീപ്പിൾ ഹാവ്, മറ്റുള്ളവർക്കുള്ളതിനെ മോഹിക്കുന്നതിനെ, അതിനെ ഐഡലേറ്ററി എന്ന് പറയുന്നുണ്ട്, വിഗ്രഹാരാധന എന്ന് പറയുന്നുണ്ട്. ഒൻപതാമത്തേത് ഗ്രീഡ് ഫോർ മണി ഈസ് ഐഡലേറ്ററി. പണത്തിനോടുള്ളതായിരിക്കുന്ന ആഗ്രഹം, അതിനെ അത്യാഗ്രഹം, ദ്രവ്യാഗ്രഹം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. എഫേഷ്യൻസ് ചാപ്റ്റർ 5:5. എഫേഷ്യൻസ് ചാപ്റ്റർ 5:5. എഫേസ്യ ലേഖനം 5-ന്റെ 5 നമ്മളത് വായിക്കുന്നുണ്ട്. ഗ്രീഡ് ഫോർ മണി
ഈസ് ഐഡലേറ്ററി. പണം ഉള്ളത് തെറ്റല്ല, പണത്തെ തിന്മയായിട്ട് ബൈബിൾ പറയുന്നുമില്ല. പക്ഷെ ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് സകലവിധമായിരിക്കുന്ന ആ കാര്യത്തിനും ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. ആരോ ഇങ്ങനെ പറഞ്ഞു, സമയം കഴിഞ്ഞു എന്നുള്ളത് എനിക്കറിയാം, എങ്കിലും 1-2 മിനിറ്റ് കൊണ്ട് ഞാൻ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 10 കൽപ്പനകളിൽ നമുക്കറിയാമല്ലോ, ഞാൻ അത് 10 കൽപ്പനകളെ കുറിച്ചുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിൽ ഏറ്റവും അവസാനത്തെ കൽപ്പന മോഹിക്കരുത് എന്നുള്ളതാണ്. പക്ഷെ ഒരു സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ 10-ാമത്തെ കൽപ്പന ലംഘിക്കുന്ന ഒരു കാരണം കൊണ്ട്, 10-ാമത്തെ കൽപ്പന ലംഘിക്കുന്ന ഒരു വിഷയം കൊണ്ട് ബാക്കിയുള്ള 9 കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലംഘിക്കും. 10-ാമത്തെ കൽപ്പന അനുസരിക്കാതിരിക്കുന്ന ആ ഒറ്റ കാരണം മതി. ഡു നോട്ട് കവറ്റ്. സി, ദാറ്റ് covetousness can lead you to break all the other 9 commandments. ഇല്ലേ? മോഹിക്കരുത് എന്ന് പറയുന്നതായിരിക്കുന്ന, അല്ലെങ്കിൽ ആ മോഹം എന്ന് പറയുന്ന ഒരു കാര്യം മറ്റുള്ള 9 കൽപ്പനകളെയും ലംഘിക്കാനായിട്ട്, ദൈവത്തെ വിട്ടുമാറി മറ്റുള്ള വിഗ്രഹങ്ങൾക്ക് പോകാൻ, ദൈവത്തിന്റെ നാമം വെറുതെ എടുക്കാൻ, ശബത്തിനെ ലംഘിക്കാനായിട്ട്, അമ്മയപ്പന്മാരെ അനുസരിക്കാൻ. ഇന്ന് പണത്തിന് വേണ്ടിയിട്ടും സ്വത്ത് തർക്കത്തിന് വേണ്ടി എത്രയോ മക്കളാണ് അമ്മയപ്പന്മാരോടുള്ള ബന്ധത്തിൽ ഇടപെടുന്നത്, അല്ലെ? പണത്തിന് വേണ്ടി വ്യഭിചാരം ചെയ്യുന്നു, പണത്തിന് വേണ്ടി കൊല ചെയ്യുന്നവരുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ പണം എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു വിഷയം. അത് തിന്മയായിട്ട് ബൈബിൾ പറയുന്നില്ല. ബട്ട് ഇറ്റ് ക്യാൻ ലീഡ് യു ടു, ഓർ ദ ഡിസയർ ഫോർ മണി ക്യാൻ ലീഡ് യു ടു കമ്മിറ്റ് എനി കൈൻഡ് ഓഫ് സിൻ. ദൈവത്തിന് പകരമായിട്ട് പണത്തെ നാം വെക്കുക. അതാണ് കർത്താവ് തന്റെ ജീവിതകാലത്ത് പറഞ്ഞു, അല്ലെ? ഒരു വ്യക്തിക്ക് ദൈവത്തെയും മാമോനെയും ഒരേപോലെ സേവിക്കാനായിട്ട് കഴിയുകയില്ല. ഒന്നുകിൽ നീ ഇതിനെ സേവിക്കും, മറ്റേതിനെ വെറുക്കും. അല്ലെങ്കിൽ ഞാൻ ഇതിനെ സ്നേഹിക്കുക എന്നുള്ളതായിരിക്കുന്ന വാക്കുകൊണ്ട് ചേർത്ത് പറയും. ഒന്നുകിൽ നീ ദൈവത്തെ സ്നേഹിക്കും, നീ മറ്റേതിനെ തള്ളിക്കളി. അല്ലെങ്കിൽ നീ അതിനെ സ്നേഹിക്കും, ദൈവത്തെ തള്ളിക്കളി. പണത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തെ യഥാർത്ഥമായിട്ട് സ്നേഹിക്കാനായിട്ട് കഴിയില്ല. 10-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എന്തെങ്കിലും ഒരു വസ്തുവിനോടുള്ളതായിരിക്കുന്ന ക്രമാതീതമായിരിക്കുന്ന ഒരു ആഗ്രഹം. ഇനോർഡിനേറ്റ് ഡിസയർ ഓർ ലസ്റ്റ് ഈസ് ഐഡലേറ്ററി. ഇൻഓർഡിനേറ്റ് ഡിസയർ ഓർ ലസ്റ്റ് ഈസ് ഐഡലേറ്ററി. എന്തിനോടെങ്കിലും ക്രമാതീതമായിരിക്കുന്ന ആഗ്രഹം, അതൊക്കെ നമുക്ക് തന്നെ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മൾക്ക് എന്തിനോടാണ് ആഗ്രഹമുള്ളത്, എന്തിന്റെ പുറകെയാണ്? വാട്ട് ഡ്രൈവ്സ് മീ? എന്താണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത്? അത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വീടാകാം, സ്വത്താകാം, അല്ലെങ്കിൽ എന്താ പറയാ, വാഹനമാകാം, മറ്റെന്തെങ്കിലും നമ്മുടെ കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാകാം. എന്തുമാകട്ടെ, എന്തിനോടെങ്കിലും വളരെയധികം ആഗ്രഹമുണ്ടെങ്കിൽ ദൈവത്തെക്കാൾ അധികമായിട്ട് ആ സ്ഥാനം അപഹരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നാം വരികയാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടു പുട്ട് ഹിം ഫസ്റ്റ്. ദൈവത്തെ 1-ാം സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ് ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ഞാന് ആ അബ്രഹാമിന്റെ ജീവിതത്തിലേക്കൊക്കെ പോയി അത് വിശദീകരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. താൻ ഏറ്റവും അധികം സ്നേഹിച്ചതായിരിക്കുന്ന തന്റെ മകനെ, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ദൈവം പറയുകയാണ്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ നീ കൊണ്ടുപോയി യാഗം കഴിയും. അബ്രഹാം അവനെയും കൊണ്ടുപോയി. അബ്രഹാം അവനെയും കൊണ്ട് പോയപ്പോൾ ആ കാര്യം അവൻ ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ദൈവം അവിടെ നിന്ന് വെളിപ്പെട്ട് പറയാണ്, നീ ഈ കാര്യം ചെയ്തുകൊണ്ട് നീ വാസ്തവത്തിൽ ദൈവത്തെ ഭയപ്പെടുന്നു, നീ യഥാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് നീ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതായിരിക്കുന്ന ഒരു കാര്യം, ഒരു സാക്ഷ്യം അബ്രഹാമിനെ കുറിച്ച് അവിടെ പറയാം. യഥാർത്ഥത്തിൽ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയുന്ന അതാണ്. അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചതായിരിക്കുന്ന സ്നേഹം അങ്ങനെയാണ്. തനിക്കുള്ള ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവത്തിന് കൊടുക്കുന്നതായിരിക്കുന്ന അവസ്ഥ. ദൈവം അവനേക്കാൾ മുകളിലാണ്, അവനേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് അബ്രഹാം പ്രൂവ് ചെയ്യാണ്. കർത്താവ് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നതായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ, നിന്റെ കാല് നിനക്ക് ഇടർച്ച വരുത്തിയാൽ, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ നീ വെട്ടിക്കളയണം, അതിനെ ചൂഴ്ന്നെടുത്ത് കളയണം. എന്താ കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം? എന്താ കർത്താവ് പറഞ്ഞതിന്റെ ആശയം എന്ന് പറയുന്നത്? നമ്മുടെ കൈ വെട്ടിക്കളയാനോ കാല് വെട്ടിക്കളയാനോ കണ്ണെടുത്ത് കളയാനോ കർത്താവ് ഒരിക്കലും പറയില്ലല്ലോ. See, we know that our arms are very important for us.
Our eyes are so important for us. We know how important these organs are in our lives. So, what Jesus meant by saying this is no matter how important anything is in your life, if you want to follow me, or if any of those things becomes a stumbling block for you to follow me, you need to cut that thing off. എന്നെ അനുഗമിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന നിന്റെ ജീവിതത്തിലുള്ള നീ എന്തുമാത്രം പ്രിയപ്പെടുന്ന സംഭവം ആയിക്കോട്ടെ, അത് കയ്യോ കാലോ കണ്ണോ എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിലുള്ള ഏറ്റവും പ്രിയപ്പെടുന്ന കാര്യമായിക്കോട്ടെ, അത് എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് നിന്നെ തടയുന്നുണ്ടെങ്കിൽ, എന്റെ പുറകെ വരുന്നതിന്, എന്നെ സ്നേഹിക്കുന്നതിന് അത് നിന്നെ തടയുന്നുണ്ടെങ്കിൽ, നീ അതിനെ എടുത്തു കളയണം. എന്ന് പറഞ്ഞാൽ അത് നിന്റെ ബിസിനസ് ആകാം, നിന്റെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന മറ്റെന്തെങ്കിലും കാര്യങ്ങളാകാം, മറ്റ് എന്തെങ്കിലുമൊക്കെ പാഷൻ ആകാം, ഡിസയർ ആകാം, എന്തുമാകാം. അത് നിന്നെ എത്രമാത്രം പ്രിയപ്പെടുന്നതാണെങ്കിലും ദൈവത്തെക്കാൾ അതിന് പ്രാധാന്യം ഉണ്ടാകരുത്. അത് നിന്റെ ജീവിതത്തിൽ നിന്ന് കട്ട് ചെയ്ത് കളയണം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിക്കുക എന്ന് പറഞ്ഞാൽ അവന് ഒന്നാം സ്ഥാനം കൊടുക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് ടു പുട്ട് ഹിം ഫസ്റ്റ്. ഇറ്റ് ഈസ് ടു ഗീവ് ഹിം പ്രയോറിറ്റി. ഇറ്റ് ഈസ് ടു ഗീവ് ഹിം ദ മോസ്റ്റ് സുപ്രീം പൊസിഷൻ ആൻഡ് പ്ലേസ് ഇൻ യുവർ ലൈഫ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉന്നതമായിരിക്കുന്ന സ്ഥാനത്തിരിക്കുന്ന അവസ്ഥയിലേക്ക്, ആ നിലയിൽ അവനെ സ്നേഹിക്കുവാൻ ഈ വചനങ്ങളിൽ കർത്താവ് നമ്മെ വരും ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ദൈവമായ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.